ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. ആദ്യമേ തന്നെ എല്ലാവരോടും വളരെ വലിയൊരു താങ്ക് യു പറയാണ്. നമ്മളിപ്പം 110 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ആ 110 പേർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചതുകൊണ്ട് എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, എൻ്റെ മെഡിക്കൽ കോളേജിലെ ആ ജീവിതം എന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചത് എന്നാണ്. അതിലേറ്റവും ആദ്യം ഞാൻ പഠിച്ചതെന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രയോ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്ത് നമ്മൾ ഒരുപാട് പ്രോബ്ലംസിലൂടെ, ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുന്നത്. അതുപോലെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, മോട്ടിവേഷനേക്കാളും എത്രയോ ഉപരി വലിയൊരു കാര്യമാണ് ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു ലൈഫ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരു മെഡിക്കൽ കോളേജ് ലൈഫ് എന്നെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അൺപ്രെഡിക്റ്റബിൾ ആണ് എന്നുള്ളത്. നമ്മൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു മനുഷ്യനെ പോലും നമുക്ക് നാളെ ഒരു ഡിസീസ്ഡ് പേഴ്സൺ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് അത്രയും ഷോർട്ടാണ്. ചിലപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വഴക്കിട്ട ആളായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലെ നമ്മളോട് വളരെ സ്നേഹത്തിൽ പെരുമാറിയുള്ള ഒരാളായിരിക്കാം. പക്ഷേ പിറ്റേന്ന് അയാളെ ആ ഡിസീസ്ഡ് സ്റ്റേജിൽ കാണുമ്പം നമ്മൾ അനുഭവിക്കുന്നൊരു പെയിനുണ്ട്. ആ ഒരു പെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് ഇത്രയും ഷോർട്ടാണ്, നമുക്ക് എത്ര കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളത് നമ്മളെ അധികം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഫെയിലിയർ എന്ന് പറയുന്ന വാക്ക് ഒന്നിൻ്റെയും അവസാനമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ലൈഫിൽ ഒരു വിജയം എങ്ങനെ വരുന്നു, അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഒരു വൈവയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ തോൽവികളെ നമ്മൾ അഭിമുഖീകരിച്ചു എന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ നമ്മൾ എത്രയോ ബ്യൂട്ടിഫുള്ളായി മറികടന്ന്, വലിയ വലിയ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ നമ്മൾ അതിനെ മറികടന്ന് നമ്മൾ മുന്നോട്ടേക്ക് കടന്നു വരുമ്പം നമ്മൾ വിചാരിക്കും, നമ്മൾ ഇത്രയും കാലം ഈ വിഷമിച്ചതും നമ്മൾ മോശമായിട്ട് കണ്ടതൊക്കെ എന്തിനായിരുന്നു എന്നുള്ളത്. അതുപോലെ ഞാൻ പഠിച്ച മറ്റൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും കൈൻഡായിരിക്കുക, എല്ലാവരോടും മേഴ്സി ആയിട്ട് നമ്മൾ പെരുമാറണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണത്, നമ്മൾ ഇന്ന് കാണുന്ന ഒരു മനുഷ്യനെ നമുക്ക് നാളെ ഏത് രീതിയിലാണ് നമുക്ക് ആ മനുഷ്യനെ കാണാൻ പറ്റുക എന്ന് നമുക്കറിയില്ല. നമ്മൾ എന്തിനാണ് ശരിക്കും ഒരു മെഡിക്കൽ കോളേജിൽ വന്നാൽ ഏതൊരു മനുഷ്യനായാലും അവരുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെങ്കിലും ഉണ്ടാവും. കാരണം മനുഷ്യ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരിടമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ ഒരുപാട് ദേഷ്യമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഒരിക്കലെങ്കിലും മെഡിക്കൽ കോളേജിൻ്റെ മുറികളിലൂടെ, വാർഡുകളിലൂടെ ഒന്ന് സഞ്ചരിച്ച് അവിടുത്തെ രോഗികളെയൊക്കെ ഒന്ന് കാണണം. നമുക്ക് ഒരു മനുഷ്യനോട് ജീവിതത്തിൽ ദേഷ്യമോ വൈരാഗ്യമോ വെച്ചിരിക്കാൻ തോന്നില്ല. നമ്മളെല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറിയിട്ട് ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയും. പിന്നെ മെഡിക്കൽ കോളേജ് എൻ്റെ ജീവിതത്തിൽ വരുത്തിയ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വളരെ സ്ട്രോങ് ആക്കി മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ലൈഫിൽ ചെറിയ ചെറിയ ചലഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ ഡൗണായി പോകുന്ന, അപ്സെറ്റായി പോകുന്ന ഏതെങ്കിലും കുട്ടികളോ സ്റ്റുഡൻസോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളൊരു നല്ല ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ നിങ്ങളുടെ ലൈഫ് അടിമുടി മാറും. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു മെഡിക്കൽ കോളേജിൽ പോകുന്നത് വരെ ഞാൻ വളരെ തൊട്ടാവാടി പോലത്തെ ഒരാളായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കരഞ്ഞിരിക്കാനോ വിഷമിച്ചിരിക്കാനോ സമയമില്ല. അങ്ങനെ ഇരിക്കാനാണെങ്കിൽ നമുക്ക് ആ ഒരു കോഴ്സ് കഴിയുന്നവരെ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കണം. ആദ്യമൊക്കെ നമുക്ക് നല്ല നല്ല വിഷമം ഉണ്ടാവുമായിരുന്നു, നമുക്ക് ചീത്തയേക്കുമ്പം, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പം. പിന്നെ നമ്മൾ അതിനോട് അഡോപ്റ്റഡ് ആവും. യെസ്, ഇതാണ്, ഇത്രയും ചലഞ്ചസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ ഈ ലൈഫ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട്, നമുക്കിത് എന്ത് ചെയ്യണമല്ലോ, ആ ഒരു കോഴ്സ് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങണമല്ലോ.
അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ട്രോങ് ആവും, നമ്മൾ പവർഫുൾ ആവും. ആദ്യമൊക്കെ നമ്മൾ ചിലപ്പോൾ കരയും, നമുക്ക് വിഷമം വരും. പക്ഷെ പിന്നീട് നമ്മൾ നമ്മളോട് തന്നെ പറയും, എത്ര മാറി, നമ്മളെത്ര സ്ട്രോങ് ആയി. നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഒരു അത്ഭുതം തോന്നുന്ന രീതിയിലേക്ക് നമ്മുടെ ക്യാരക്ടർ നന്നായിട്ട് ചേഞ്ച് ആവും. അതുപോലെ കമ്പാരിസൺ സ്റ്റീൽസ് യുവർ പീസ്. നമ്മൾ പഠിച്ചു പോകുന്നൊരു സമയത്ത് നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടിയുമായിട്ടോ നമ്മുടെ ക്ലാസ്സിലെ ക്ലാസ് ടോപ്പറുമായിട്ടോ നമ്മൾ ഒരു തവണയെങ്കിലും നമ്മളെ ഒന്ന് കമ്പയർ ചെയ്ത് പോയാൽ നമ്മുടെ സമാധാനം അവിടെ കഴിയും. എൻ്റെ ഐക്യുവിൻ്റെ ലെവലല്ല മറ്റൊരു കുട്ടിയുടെ ഐക്യു. നമ്മൾ ഏത് പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളവിടെ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നതും ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മളത് പാസ്സായി പുറത്തിറങ്ങുമ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെയാണ്. വളരെ നല്ല രീതിയിൽ ഇപ്പം ഒത്തിരി കുട്ടികളുണ്ട് അങ്ങനെ. അവരവരുടെ ഹാർഡ് വർക്ക് 100% ഇട്ടാൽ പോലും ചിലപ്പോൾ അവർക്ക് എക്സാം ഹാളിൽ അത് പേപ്പറിലോട്ട് കാണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾക്ക് എക്സാമിന് ഒരു 4-5 മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ വൈവയ്ക്ക് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ പറയാൻ കിട്ടിയില്ല, അതിനർത്ഥം നിങ്ങളൊരു നല്ല ഡോക്ടർ അല്ലാന്നോ അല്ലെങ്കിൽ ആ കരിയറിൽ നിങ്ങൾ മോശമാണോന്നോ അല്ല. മേ ബി നിങ്ങളുടെ സ്ട്രെങ്ത് മുഴുവൻ ഇരിക്കുന്നത് ഈ പ്രാക്ടിക്കൽ സൈഡിലായിരിക്കും. ഇപ്പം തിയറി എക്സാം നന്നായിട്ട് എഴുതുന്നൊരു കുട്ടിക്ക് പ്രാക്ടിക്കൽ സൈഡ് അത്രയും നന്നാവണമെന്നില്ല, നേരെ തിരിച്ചും. തിയറിയെക്കുറിച്ച് നമുക്ക് നല്ല ഒരു നോളജ് ഉണ്ടാവണം, ബട്ട് പ്രാക്ടിക്കലി നമ്മളതിന് കുറേയും കൂടി നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടണം. നമ്മൾ ആ ഒരു മേഖലയിൽ ഒന്നും കൂടി ഫോക്കസ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ നമ്മുടെ ഒരു ഇത് വെച്ച് ഒരാളെ കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല. എസ്പെഷ്യലി ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുമ്പം നമ്മൾ നമ്മുടെ 100% എഫേർട്ട് ഇടുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, എന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിക്കുക. ഒരിക്കലും അവരെ പോലെ ആവാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് പോലെ ആവാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ എവിടെ വിചാരിക്കുന്നോ അതോടുകൂടെ നമ്മുടെ ഫുൾ മെൻ്റൽ പീസ് അവിടെ ഡിസ്ട്രോയ് ആയി പോകും. ലാസ്റ്റത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് നമുക്കൊരിക്കലും ഒരു എംപ്റ്റി കപ്പിൽ നിന്ന് ഒന്നും മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഒരു പ്രൊഫഷണൽ കോഴ്സ്, എസ്പെഷ്യലി ഒരു മെഡിക്കൽ കോളേജ് പോലത്തെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേനും അവർ മെൻ്റലി ഡ്രെയിൻഡ് ആയി പോകുന്ന കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇത്രയും അവരുള്ളിൽ സഫറിങ് ചെയ്യുന്നുണ്ടായിരുന്നോ എന്ന്. എപ്പോഴും ആലോചിക്കുക, നമ്മുടെ മെൻ്റൽ പീസാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മെൻ്റൽ പീസ് നമ്മുടെ കയ്യിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പോയിട്ട് നമുക്ക് ആ കോളേജിലോട്ട് പോലും പോകാൻ പിന്നെ പറ്റത്തില്ല. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് എന്നെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ സമാധാനം, എൻ്റെ മെൻ്റൽ പീസ്. അതാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിലേക്ക് ഒരു മനുഷ്യനെയും ആരെയും അതിലേക്ക് നമ്മൾ കൈ കടത്താൻ വേണ്ടി സമ്മതിക്കരുത്. അപ്പം ഇതിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഈ ഒരു സെയിം വീഡിയോ ഞാനൊരു പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇതിൽ കമൻ്റായിട്ട് പറയുക. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരാളാണ്. നിങ്ങൾ ഇത് കാണുന്നവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളുടെ കോളേജ് ലൈഫിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഒരു കാര്യം, ഈ ഒരു കാര്യമാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാണുന്ന ബാക്കി എല്ലാവർക്കും അവരുടെ ലൈഫിൽ അത് ശരിയാണോ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം നമുക്ക് നാളെ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ ഇവിടം വരെ എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും നാളെ വരെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ ശരി, നാളെ കാണാം. ബൈ.